തിരുവനന്തപുരത്ത് കണിയാപുരം അണ്ടൂർക്കോണം അല്ലെങ്കിൽ പോത്തങ്കോട് അണ്ടൂർക്കോണം ലൊക്കേഷനിൽ മെയിൻ റോഡിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം ദൂരത്തിൽ 5.3 സെൻറ്റിലും 5 സെൻറ്റിലും 2380 സ്ക്വയർ ഫീറ്റിലും 2200 സ്ക്വയർ ഫീറ്റിലും അങ്ങനെ 4 BHK വീട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടി വീടാണ്. ഇവിടെ ഈ ഒരു വീടിന് ചോദിക്കുന്ന പ്രൈസ് 98 ലക്ഷം രൂപയാണ്. ആ വീടിന് ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ മൊത്തത്തിൽ ചുറ്റും അതിൽ കൊടുത്തിരിക്കുകയാണ്. 2 ഭാഗത്തും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ടൊരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് ആക്കി മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഗേറ്റാണ്. ഇവിടെ ഒരു വലിയ കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള വലിയ കാർ പോർച്ചുണ്ട്. അന്ന് കവേഡായിട്ടുള്ള കാർ പോർച്ചാണ്. ഇവിടെ ഒരു തൂണ് നൽകിയിട്ടുണ്ട്. ഒരു വലിയ വണ്ടിയൊക്കെ സുഖമായിട്ട് കവർ കിടക്കും. അത്രയും വലിയൊരു കാർ പോർച്ചാണ്. ഇവിടെയും സെറ്റ് ബാക്ക് സ്പേസ് നല്ല രീതിയിലുണ്ട്. ഇവിടെ ആയിട്ട് പ്ലാന്റ്സ് വയ്ക്കാൻ വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇൻ്റർലോക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പോളിഷ് വർക്കുണ്ട്. അതെല്ലാം പോളിഷ് തരുന്നതാണ്. ഇവിടെ ആയിട്ട് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റാണ്. ഇവിടെ ആയിട്ടും ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട്. സിംഗിൾ വിൻഡോ. ഇവിടെ ആയിട്ടൊരു വോളിലായിട്ട് സർവസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും കാണാം പെബിൾസും പ്ലാന്റ്സും കാണാം. ഇത് കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ഡെക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് സിറ്റിംഗ് സ്പേസും ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്പേസാണ്. ഇവിടെ ഒരു പ്ലാന്റ് കാണാം. ഇവിടെ ഒരു ബാമ്പ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ 2 ഭാഗത്ത് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും പ്ലാന്റ് വെച്ചിട്ടുണ്ട്. 2 ബാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് പോകാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും പ്ലാന്റ് കാണാം. അതുപോലെ റെഡ് ബ്രിക്കിൻ്റെ ആ ഒരു രീതിയിലുള്ള നാച്ചുറൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെറാക്കോട്ട ജാളി കാണാം. ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കട്ടളയും കഥയും കൊടുത്തിട്ടുണ്ട്. വലിയ കട്ടളയും നല്ല നീറ്റായിട്ട് കഥ വെച്ചിരിക്കുന്നത്. ഇവിടെ ഡിജിറ്റൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന ബ്രാൻഡാണ്. ബയോമെട്രിക് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് നമ്പർ ലോക്കും കൊടുത്തിട്ടുണ്ട്. കീ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നമ്മൾ നേരെ വരുന്നത് ഒരു ഫോയറിലേക്കാണ്. എൻ്റെ റൈറ്റ് സൈഡിലാണ് ലിവിംഗ് ഏരിയ വരുന്നത്. ഈ ലിവിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒയാസ് എന്ന ബ്രാൻഡാണ്. കൂടാതെ തന്നെ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ വാമായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കയറി വരുന്ന ഫോയറിൻ്റെ മുകളിലായിട്ടും WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് 2 കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേസ് ഉള്ള ലെങ്ത് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയും ഒയാസിൻ്റെ ബ്രാൻഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് വാമായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്ത് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലല്ല വാഷ് ബേസിൻ വരുന്നത്. തൊട്ട് ഓപ്പോസിറ്റാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. അത് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. അതായത് ചെയർ ടേബിളൊക്കെ അത്രയും നമുക്ക് ഫുൾ ഏരിയ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ ജാഗോറാണ്. ടാപ്പ് ജാഗോറാണ്. ഇവിടെ WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടച്ച് കൊണ്ട് കളർ ചേഞ്ച് ആവുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഫ്രഞ്ച് വിൻഡോ ആണ്. അത് ഫിക്സഡ് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ വരുന്നത് ഒരു പാറ്റിയോ സ്പേസിലേക്കാണ്. ചെറിയൊരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പ്ലാന്റ്സ് കാണാം. ഇവിടെ വേറൊരു പാറ്റേണിലുള്ള ആൻറ്റി സ്കിഡായ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിക്കും വേറെ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് G2 പർഗോളകൾ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തും സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെയും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ മാത്രമല്ല ഈ ഒരു ഭാഗത്തേക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ അതിന് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും പ്ലാന്റ്സ് കാണാം. ഇതെല്ലാം ബാമ്പു ആണ്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് കിണർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെറ്റ് ബാക്ക് സ്പേസ് നോക്കണം. ഇത് ഈ ഭാഗത്ത് നല്ല സ്പേസ് ആണ്. അത് കൂടാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെയും നല്ല സെറ്റ് ബാക്ക് സ്പേസ് ഉണ്ട്. ഇവിടെയും നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് നട്ട് നനയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെ 2 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആർച്ച് ഇരിക്കുകയാണ്. പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്ന ഓപ്പൺ കിച്ചണിലേക്കാണ്. ഇവിടെ ബേസ് ക്യാബിനറ്റ് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പ്രോ ലിഫ്റ്റ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും പ്രോ ലിഫ്റ്റാണ്. ഇനി ഇവിടെ ആയിട്ട് എല്ലാം അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഹോബ് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. സിങ്കും കൊടുത്തിട്ടുണ്ട്. എല്ലാം ജാഗോറാണ്. ഇവിടെ എല്ലാം പ്ലഗ് പോയിന്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ഈ വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ സ്പേസുള്ള വർക്ക് ഏരിയ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു നല്ലൊരു സെറ്റ് ബാക്ക് സ്പേസും ഉണ്ട്. തൊട്ടടുത്താണ് അടുത്ത വീട് വരുന്നത്. അത് 5 സെൻറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഒരു ഫോയർ സ്പേസിൽ നിന്ന് റൂമിലേക്ക് പോകുന്നത് ഈ ഒരു ഫോയറിലായിട്ട് ഇവിടെ ആയിട്ട് കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 ഭാഗത്തായിട്ട് 3 ഡോറുകൾ കൊടുത്തുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് വരാം.
നമുക്ക് നേരെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫുൾ റൂമാണ്. ബ്രാൻഡഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്, വാമായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അവിടെയായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് കാണാം. ഇവിടെ ഫുഡ് ലാമ്പ് അല്ലെങ്കിൽ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. അതുപോലെ ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജാഗ്വാർ തന്നെയാണ്. വാഷ് സ്പേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഫുള്ളി ജാഗ്വാറാണ്. അതുപോലെ സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെയും ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത്. വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഹീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് DB കൊടുത്തിരിക്കുന്നത്. DB നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ഫേസ് ആണ് ലെഗ്രൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. കാരണം വീട്ടിലും താഴ്ഭാഗത്ത് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവില്ല. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം തടിയിലാണ് ചെയ്യുന്നത്. വുഡ് വർക്കാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ട് ഈ ഒരു GI ട്യൂബും കാണാം. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തായിട്ട് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 ടെക്സ്ചറിലാണ് ഒരു ഭിത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് സ്റ്റെപ്പ്, ട്രെഡ്, ഗ്രാനൈറ്റ്, റൈസർ, ടൈലും ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട് 4 പർഗോളയും ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. അപ്പർ ലോഞ്ച് 2 രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് അപ്പർ ലോഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് അപ്പർ ലോഞ്ച് ഏരിയ ഉണ്ട്. ഇവിടെ TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ലൈറ്റ് ഉണ്ട്, വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വാമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭിത്തി നോക്കുകയാണെങ്കിലും ഒരു ഡ്യുവൽ ടോണാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 റൂമുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇനി ഒരു ബാൽക്കണി കാഴ്ച കണ്ട് റൂമിലേക്ക് പോകും. നേരെ വരുന്നത് നല്ലൊരു ബാൽക്കണി ഏരിയയിലേക്കാണ്. ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെയും സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇരിക്കാം. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു സിറ്റിംഗ് ഏരിയ ആണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ലാപ്പൊക്കെ ചാർജ് ചെയ്യാൻ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിനി ഒരു ഊഞ്ഞാലേക്ക് ഇടുകയാണ്. അതൊക്കെയാണ് അതിനുള്ള ഒരു ഹൂക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി നേരെ ഓപ്പൺ ടെറസിലേക്ക് വരാം. ഒരു നല്ല സ്പേസുള്ള ഓപ്പൺ ടെറസാണ്. ഇതുവഴി നേരെ റൂഫ് ടോപ്പിലേക്കും പോവാം. ഇവിടെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ആ ഒരു ഫോയർ എന്ന റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു റൂം നോക്കുവാണെങ്കിലും താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. അതുപോലെ സീലിംഗ് ഹൈറ്റ് ടൈൽ ഒടിച്ചിട്ടുണ്ട്. അവിടെ ഹീറ്റർ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ആയിട്ട് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അപ്പർ ക്യാബിൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ ഒടിച്ചിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ടത്. ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറാണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി സ്കിഡാർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീട് 4 ബെഡ്റൂമിനെ കാഴ്ച കണ്ടു കഴിഞ്ഞു. വലിയൊരു ബാൽക്കണി. പിന്നെ കൂടാതെ തന്നെ ഈ ഭാഗത്ത് ബാൽക്കണി വഴിയും ഇതുവഴി 2 ഭാഗത്തൂടെ നമുക്ക് ഓപ്പൺ ടെറസിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ടോട്ടലി 5.3 സെൻറ്റിൽ അതായത് 5,300 സെൻറ്റിൽ 2380 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 98 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി തൊട്ടടുത്തായിട്ട് അടുത്ത വീട് 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ ഒരേ ഒരു മോഡലേറെ വ്യത്യാസമില്ല. അകത്തുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ്. ആ വീടിന് ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ 2 വീടുകളിൽ ഏത് വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.